ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ, മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. നമസ്കാരം, സി കേരള സൂപ്പർ ബമ്പറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ പിണറായി പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് കണ്ണൂർ പിണറായിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ CM-ൻ്റെ നാടാണ്. അഞ്ചരക്കണ്ടി പുഴയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതി സുന്ദരമായ ഒരു ഗ്രാമം തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഒരുപാട് കൃഷിയിടങ്ങൾ, അതായത് പച്ചക്കറി തോട്ടങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, സഹകരണ മേഖലകൾ ഒരുപാടുണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ കൃഷിയിടങ്ങൾ കണ്ട കാഴ്ച തന്നെയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ പച്ചക്കറിയെക്കുറിച്ച് പറഞ്ഞോളൂ. അപ്പോൾ ഇതൊരാൾ ഇതേ പച്ചക്കറി തള്ളിക്കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. പേരെന്താ? അനീഷ്. അനീഷേട്ടനെ ഇവിടെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരാളാണ്. കണ്ടോ, നല്ല കണി വെള്ളരി എന്ന് പറയും. ഇത്രയും നല്ല ഭംഗിയുള്ള കുഞ്ഞു വെള്ളരിയൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വരണം. എന്താ പേരെന്താ? അനീഷ് എന്നല്ലേ? എന്ത് ചെയ്യുന്നു? ഇത് തന്നെയാണ് മെയിൻ കൂലിപ്പണി. ഇത് അതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി. അത് എങ്ങനെയുണ്ട് പച്ചക്കറി കൃഷി? മോശമില്ലാണ്ട് പോകും. പിന്നെ ഇതിനോടൊരു ഭയങ്കര ഇഷ്ടത്തോടെ ഉണ്ടല്ലേ? നമ്മളിപ്പോൾ ഒരു 6 മാസം നമ്മളെ തൊഴിലാണ്. കൂടുതലും പച്ചക്കറി കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ. വെണ്ടയ്ക്കയുടെ ഒക്കെ ഒരു വലുപ്പം എന്ന് പറഞ്ഞാൽ വലിയ വെണ്ടയ്ക്ക. ഈ ഭാഗത്ത് കാണുന്ന എല്ലാ കൃഷിയിടങ്ങൾ തന്നെയാണ്. ഇവിടെ കൂടുതലും ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ തന്നെയാണ്. ഇതാണ് പാറപ്പുറം ജംഗ്ഷൻ എന്ന് പറയുന്നത്. കൂടിപ്പോയാൽ ഒരു 10-15 കടകളൊക്കെ ഇവിടെ ഉള്ളൂ. നല്ല ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമുള്ള കടകളൊക്കെ തന്നെയാണ് ഇവിടെ. ഇതുണ്ട് പഴയ പലക ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഉള്ള പീടികളൊക്കെയാണ്. കാരണം ഇവിടെ ഇപ്പം ആളുകൾ ആരും തന്നെ ഇല്ല. കുറേ പേര് നമ്മുടെ അവിടെ ലൊക്കേഷനിൽ അവിടെ ഷൂട്ട് തുടങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്നാലും സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സി കേരളത്തിൻ്റെ സൂപ്പർ ബമ്പറിൻ്റെ ഷൂട്ട് നമുക്കിനി അവിടെ തുടങ്ങാറായി. നമുക്ക് എല്ലാവർക്കും കൂടി ഇനി അങ്ങോട്ട് പോകാം അല്ലേ? കണ്ണൂർ പിണറായി പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ കസ്തൂർബ കാരുണ്യ ട്രസ്റ്റിൻ്റെ അങ്കണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരു അംഗൻവാടിയും കൂടെ ഉണ്ട്. ഭയങ്കര നന്മയുള്ള, ഭയങ്കര സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഗ്രാമവാസികളുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കസ്തൂർബ കാരുണ്യ ട്രസ്റ്റ് നാട്ടിലൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. കാരണം വയ്യാതെ കിടക്കുന്നവർ, കിടപ്പ് രോഗികൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന കസ്തൂർബ ട്രസ്റ്റ്. നല്ലൊരു കയ്യടി കൊടുക്കുക അല്ലേ കസ്തൂർബ ട്രസ്റ്റിന്? ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെയുള്ള നാടാണ്. നമുക്ക് രണ്ടുപേരും പാട്ട്. അത്തപ്പൂ ചിത്തിരപ്പൂ കളമെഴുതാനായിരം പൂ, ഓണപ്പാട്ടും പാടി വരുന്നൊരു തുടിയും താളവും ഉടുത്തൊരുങ്ങി. അത്തപ്പൂ ചിത്തിരപ്പൂ കളമെഴുതാനായിരം പൂ, ഓണപ്പാട്ടും പാടി വരുന്നൊരു തുടിയും താളവും ഉടുത്തൊരുങ്ങി. പുഴയൊരുങ്ങി വള്ളങ്ങൾ നിരന്നു തോണിപ്പാട്ടുമായി തുഴകൾ താളത്തിൽ ലയതാള തരംഗമുണർന്നു. സൂപ്പർ. എന്താ പേര്? ഭാഗ്യരഥി. ഭാഗ്യരഥി എന്ത് ചെയ്യുന്നു? അംഗൻവാടി ടീച്ചർ. പാട്ടണം പാടാവോ? ചെറുതായിട്ട് വലുതാക്കി പാടിക്കോ. ആഞ്ഞു കൈയടിച്ചേ. മനസ്സിൽ വിരിയും പൂക്കളെ, പൂർവകാല സ്മൃതികളെ, താരാട്ടു കേട്ടുറങ്ങു, താളം പിടിച്ചുറങ്ങു, ഇവിടെ ഇനിയുമില്ലി ജനനമെന്നറിഞ്ഞുവോ? ഓ കൊഴിയും പൂക്കളെ, മനസ്സിൽ വിരിയും പൂക്കളെ, പൂർവകാല സ്മൃതികളെ, താരാട്ടു കേട്ടുറങ്ങു, താളം പിടിച്ചുറങ്ങു, ഇവിടെ ഇനിയുമില്ലി ജനനമെന്നറിഞ്ഞുവോ? ഓ കൊഴിയും പൂക്കളെ. അപ്പോൾ സ്വാഗതം ചെയ്യുകയാണ് പാറപ്പുറത്തിന്റെ 5 ചുണക്കുട്ടികളെ. ഇവരാണ് ആ 5 പേര്. നമസ്കാരമുണ്ട്. എന്താണ് പേര്? അഖിലേഷ്. എന്ത് ചെയ്യുന്നു അഖിലേഷ്? ഞാൻ വാട്ടർ റോഡിൽ കരാറ് പണിയാണ്. അപ്പൊ ഇന്ന് പോയില്ല? ഇന്ന് പോയില്ല. എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങൾ പറയൂ. നാട്ടുവിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട്. പിന്നെ കസ്തൂർബ കാരുണ്യ ട്രസ്റ്റിന്റെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റാണ്.
ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഈ കസ്തൂർബ ട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. എന്താ ഇവിടുത്തെ കൂടുതൽ ആക്ടിവിറ്റി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പാവപ്പെട്ട ആൾക്കാർക്ക്, അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള ആൾക്കാർക്ക് സാമ്പത്തിക സഹായവും പിന്നെ ഓരോ വർഷവും കിറ്റ് വിതരണവും കൊടുക്കുന്നത്. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. ഞാനാണ് മൂത്തത്. മൂത്തതാണ്. കല്യാണം കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. എന്താ കഴിക്കുന്നില്ലേ? അനിയത്തിന്റെ കഴിഞ്ഞിട്ട് നോക്കാന്ന് വിചാരിച്ചിരിക്കുകയാണല്ലേ. എന്താ പേര്? വിനേഷ്. എന്താ വിനേഷ് എന്ത് ചെയ്യുന്നു? ബസ് കണ്ടക്ടർ. ബസ് കണ്ടക്ടറാണ്. ആഹാ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകുന്നു അല്ലേ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഭംഗിയായിട്ട് പോകുന്നു. എത്ര വണ്ടിയുടെ പേരെന്താ? ശ്രീശൈലം. ശ്രീശൈലം. എത്ര നാളായി വണ്ടി ഫീൽഡില്? 10 വർഷം. 10 വർഷമായി. കല്യാണം കഴിഞ്ഞോ? അതെ, കഴിഞ്ഞു. ആ രീതിയിലാണോ കല്യാണം കഴിക്കേണ്ടി വന്നത്? അല്ല, അറേഞ്ച് മാരേജ് ആണ്. സത്യമായിട്ട് അറേഞ്ച്. ഭാര്യ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇങ്ങോട്ടൊന്ന് വന്നേ ചോദിക്കട്ടെ. ഇതാണ് വിനേഷിന്റെ കിളി അല്ലേ? കിളിയുടെ പേരെന്താ? നിബിത. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എത്ര കുട്ടികളാ? ഒരാള്. അപ്പം കണ്ടക്ടർ ചേട്ടൻ ഗെയിമിലേക്ക് മത്സരിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. രക്ഷപ്പെടുവോ? അറിയത്തില്ല, കണ്ടറിയാം. ആളെങ്ങനെയുണ്ടോ പൊതുവെ? പാവമാണോ? വളരെ സാധു അല്ലേ? ആ മുഖം കണ്ടാലും പറയോ എന്തൊരു പാവം നോക്കിക്കേ, നല്ലൊരു പാവ. ഏതായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞത്. ചേട്ടൻ ഇതിലേക്ക് വരട്ടെ, സൂപ്പർ ബമ്പർ അടിക്കട്ടെ. ഒരുപാട് സന്തോഷം. ആരാത്? ശ്രീലേഖ. ശ്രീലയ. ലയം, താളം, ബോധം എന്തെങ്കിലും ഉണ്ടോ? ബോധമുണ്ടോ? താളമില്ല. പാട്ട് പാടുവോ? ഇല്ല. പിന്നെ ആരെ കുട്ടിക്ക് പേരിട്ടത്? കുട്ടിയുടെ അച്ഛനമ്മ എവിടെ? അമ്മയുണ്ട്. അമ്മേ എന്ത് ചെയ്യുന്നു മോളെ? ഞാൻ IT-യിൽ പഠിക്കും. IT-യിൽ ഏത് ട്രേഡാണ്? ICTSM. മനസ്സിലായി. ഓക്കെ, ഒന്ന് വിശദീകരിച്ച്. ഇൻഫർമേഷൻ. എനിക്ക് മനസ്സിലായി, ഇവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറയൂ. ഇത് വെച്ചാല് ഫുൾ ഫോം എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻറ്റെയിൻസ്. ഓഹോ, ഇത് പഠിച്ചാൽ എന്താവാൻ പറ്റും നമുക്ക്? ഇത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, പിന്നെ ഫുൾ കമ്പ്യൂട്ടറിന്റെ പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ രാജേച്ചിക്ക് വരെ പറയാം കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് ഫേസ്ബുക്ക് ഒക്കെ എടുക്കുന്നത് ഞാനും കാണുന്നല്ലേ. ഇത് വേറെ എന്താന്ന് പറയുന്നുണ്ട്? നമ്മള് മെക്കാനിക്കലായിട്ട് കമ്പ്യൂട്ടർ മെക്കാനിക്ക് വേണമെങ്കിൽ തങ്കച്ചേണ്ട അറിയാം. ഞങ്ങളുടെ വീട്ടിലെ ഒമിനിയൊക്കെ ശരിയാക്കി തന്ന പുള്ളിയല്ലേ? ബൈക്ക് ശരിയാക്കി പുള്ളിയാ. നമ്മളവിടെ കമ്പ്യൂട്ടർ, ഫോണ്, ലാപ്ടോപ്പ് ഒക്കെ അറിയാമല്ലോ. ഫോണിന്റെ പരിപാടി പുള്ളിക്കറിയാം. വേറെ പറ. ഇത് ഇത്രയും പേരൊക്കെ കേട്ടപ്പോ അല്ലേ നമുക്കറിയണ്ടേ കാര്യങ്ങളറിയാം. വേറെ എന്താണ്? നമ്മള് അവിടെ ഇങ്ങനെ ഈ കമ്പ്യൂട്ടർ അതെല്ലാം പഠിക്കുന്നു. ശരിക്ക് പറഞ്ഞ മെക്കാനിക്ക് പണി അല്ലേ? അതിനാണ് ഇതൊക്കെ പറഞ്ഞത് അല്ലേ? മെക്കാനിക്കല് എന്നല്ല, നമ്മള് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിട്ടു. പിന്നെ പറയൂ. നമ്മള് മിസ്സിനോട് ചോദിച്ചാൽ നമുക്ക് അറിയാം. മിസ് ഇങ്ങനെ പറഞ്ഞാൽ അറിയില്ല. നമ്മളെന്താക്കാനോ? മിസ്സിനും അറിയത്തില്ല, സ്റ്റുഡന്റിനും അറിയില്ല. എന്താണ് കഴിച്ചത്? ഇന്ന് രാവിലെ പഴം കഴിച്ചു. പഴം ഇരിപ്പുണ്ട്, തുടച്ചുകളാ. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ ഏറ്റാണ്. കള്ള് ചെത്ത് ആണോ? ഇത് പനങ്കള്ളാണോ തെങ്ങുകള്ളാണോ? തെങ്ങുകള്ളാണല്ലേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ കള്ള് പനങ്കള്ള. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല. അത് എങ്ങനെ രുചി എങ്ങനെയാണ് മോളെ? ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുളിയാണോ? അത് എന്താണ്? മധുരമുണ്ട്. പഞ്ചസാര കലക്കിയാണോ കുടിക്കുന്നത്? എങ്ങനെയാണ്? ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഒരുപാട് കഴിച്ച് ഇങ്ങനെ തലകറക്കൊക്കെ വരും എന്ന് പറഞ്ഞു. അതോരോരൊക്കെ ഉണ്ടാവും. അത് അവരവര് ഇതുപോലെ ഇരിക്കുന്നു. അറിയില്ല അല്ലേ? എന്താണ് നമുക്ക് അറിയില്ല. ഇത് എന്താണ് കള്ള്? എന്തിനാണല്ലേ കള്ളൊക്കെ എന്തിനാ കുടിക്കുന്നത് അല്ലേ? കള്ള് കുടിക്കുന്നല്ല, അച്ഛന്റെ ജോലി ഇതായി പോയി. അല്ല, കള്ള് കുടിക്കുന്നവരുടെ കാര്യം ചോദിക്കുന്നത്. കള്ളു കുടിക്കുക, അവര് കള്ളു കുടിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. അതാണ് അവര് കള്ളു കുടിച്ചാലല്ല, കള്ള് പന ചെത്തിയാല് അല്ലേ? അങ്ങനെയാണ് പറയണ്ടേ. അവര് കള്ളു കുടിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളത്. ഓക്കെ, പിന്നെ വീട്ടിൽ വേറെ ആരെങ്കിലും അനിയനോ അനിയത്തി ആരെങ്കിലും ഉണ്ടോ? വീട്ടിലൊരു ഏട്ടനുണ്ട്. ഏട്ടൻ ഇപ്പൊ കോളേജിൽ ഹോസ്റ്റലിലുള്ള. കോളേജ് എന്ത് ചേട്ടൻ എന്തിനാ പഠിക്കുന്നത്? ഏട്ടൻ ബിടെക്കിനാണ്. പയ്യന്നൂരാണ്. സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? സുഖമാണ്. പാട്ട് പാടാൻ ശ്രമം നടത്തുവോ? പാടൂല. രണ്ടുപേരും പാടിയാലേ? ഞാൻ പാടുവേ, നിങ്ങൾ അനുഭവിച്ചോണെന്ന്. രണ്ടുപേരും പാടും മക്കളെ. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. രാവിലെ അമ്മ പഴമായിട്ട് വന്നപ്പോ പാടിയ പാട്ടാണത്. അമ്മ വരുമ്പോഴേ അമ്മ പാലും പഴമൊക്കെ ആയിട്ട് വരുമ്പോ കൊച്ചിന്ന് പാടിയ പാട്ടാണ്. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. എന്റെ അമ്മേ, എന്താണ് പേര്? കീർത്തന. എന്ത് ചെയ്യുന്നു മോളെ? ഞാൻ ലോ സ്റ്റുഡന്റ് ആണ്. ലോ സ്റ്റുഡന്റ് ആണോ? അല്ല, ലോ വക്കീലാണോ? വക്കീലാ പഠിക്കുന്ന കുട്ടിയാണല്ലേ? ഇന്ന് രാവിലെ എന്നെ കൊച്ചെന്നത്തിന് കഴിക്കുന്നത്.
പറ. സമയം കിട്ടുമ്പോ കഴിക്കും. വേണേ കഴിക്കും അല്ലേ? ഒരു ചീത്തപ്പേരിന് വേണ്ടി മാത്രം ഫുഡ് കഴിക്കും. ഇന്ന് എന്നാ കഴിച്ചേ? ഇന്ന് രാവിലെ പഴം കഴിച്ചു. എല്ലാരും നിങ്ങളുടെ നാട്ടിൽ പഴക്കൊല മാത്രമേ ഉള്ളൂ? എല്ലാവരുടെ വീട്ടിലും പട്ടിണിയാണോ? അങ്ങനെയല്ല, രാവിലെ ഇവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏന്റി പറഞ്ഞു വിളിച്ചു കൂട്ടി വന്നത്. ഏന്റി, എന്റെ ഏന്റി ആന്റിക്ക് ഇവിടെ പറയുന്ന പേരാണ് ഏന്തി. എവിടെ ഏന്തി? എവിടെ? ഇതാ ഇവിടെ ഉണ്ട്. ഇതാണോ ഏന്തി? എന്താ ഏന്തി പേര്? എന്തി കഴിച്ചെന്താ? പുട്ട്. LLB ഫീൽഡിലേക്ക് കുട്ടി കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ എന്തായിരുന്നു? പറയും. സാഹചര്യമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ്. എന്നിട്ട് എന്തൊക്കെ നിയമം അറിയാം? ഒരുവിധം എല്ലാ നിയമങ്ങളും ഇപ്പൊ പഠിച്ചു വരുന്നു. ഓക്കെ. അപ്പൊ മോളെ ശരിക്കും പറഞ്ഞാല് ഇപ്പം സ്ത്രീകൾ പലരും അവർക്ക് എതിരെയുള്ള അതിക്രമങ്ങൾ, അതുപോലെ തന്നെ ഒരു സ്ത്രീയെ നമ്മൾ ഇൻസൾട്ടിങ് ഒന്നും അവർ തുറന്നു പറയാൻ ഭയപ്പെടുന്നുണ്ട് അല്ലേ? ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പിന്നെയൊക്കെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, പ്രതികരിക്കുന്നുണ്ടെന്നോ. അതുകൊണ്ടാണ് ഈ മീറ്റു ഒക്കെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? എന്താ മോക്ക് എന്താണ് പറയാനുള്ളത്? ഒരു LLBക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. കീർത്തനയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? സ്വതവേ നമ്മളെ നിയമം പഠിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്ന ഒരു കാര്യം, ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. നമുക്ക് നിയമം അറിയില്ല എന്ന് പറയുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ പോരായ്മ. നമുക്ക് ഉണ്ടാക്കിയ നിയമങ്ങൾ നമ്മളല്ലാതെ വേറെ ആരാ അറിയേണ്ടത്? നമ്മളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓരോ നിയമത്തിനെ പറ്റിയിട്ടും, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, IPC ആയിക്കോട്ടെ, CRPC ആയിക്കോട്ടെ, എവിഡൻസ് ആയിക്കോട്ടെ, ഏത് നിയമം ഉണ്ടാക്കിയത് അധികാരികൾക്കോ അല്ലെങ്കിൽ കുറച്ചു പേർക്ക് വേണ്ടിയല്ല. ഈ നിയമം പഠിക്കുന്ന നിയമ വിദ്യാർത്ഥികൾക്കോ മന്ത്രിമാർക്കോ ജഡ്ജസിനോ വേണ്ടി മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ സാധാരണ ജനങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങൾ നമ്മൾ അറിയാം. അത് നമ്മളെ അവകാശമാണെന്നുള്ള സ്വബോധത്തോടു കൂടി എല്ലാവരും മുന്നോട്ട് വരും. അപ്പൊ അടുത്ത ആളാരാണ്? നിയ. എന്നാ ഉണ്ട് നീ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. നീയുടെ കൂടെ ഇവിടെ ആരൊക്കെ ഉണ്ട് വന്നിട്ട്? അമ്മയുണ്ട്. അമ്മ എവിടെയുണ്ട്? അമ്മയൊരു പാവം. അമ്മയും നീയുടെ കണ്ട. എന്താ പേര്? നീയ. അമ്മയാ കേട്ടാ. ഭയങ്കര അങ്ങ് വിനയോ അല്ലേ? അച്ഛനുണ്ടോ? അച്ഛൻ വേറെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? ഏട്ടനുണ്ടോ അവിടെ? ഏട്ടനെ കാണിച്ചത് ഏട്ടൻ. ഓക്കെ. എന്തിനാ പഠിക്കുന്നത്? സെക്കൻഡ് ഇയർ ബികോം. ഏത് കോളേജിലാണ്? SN കോളേജ് എന്ന് പറയുമ്പോൾ ഒരു പഞ്ച അതുവരെ ആ എളിമയൊക്കെ പോയി. എവിടെ പഠിക്കുന്നത്? SN കോളേജ് അല്ലേ? കോളേജ് നമ്മുടെ കോളേജിനെ കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ വീടിനെ കുറിച്ചും നമ്മുടെ പേരൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്കൊരു അഭിമാനമുണ്ട് അല്ലേ? അത് മാത്രം നമ്മൾ പഞ്ച് ചെയ്ത് പറയും അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എന്താ വേറെ പാട്ട് പാടുമോ മോള്? കുഴപ്പമില്ല, മൂളിപ്പാട്ട്. ഒന്ന് മൂളിയാലോ? പാട്ട് പഠിക്കാൻ ഇയാളുടെ അടുത്ത് തന്നെ വേണേ. എന്താണ്? പാട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും വേണമെന്ന്. പാട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാരും ബാണം കേട്ടാ. അനി പിടിച്ചു. കുഞ്ഞുനാളിൽ അച്ഛൻ പാടിയ നാടൻ പാട്ടുകൾ പാടുമ്പോൾ ഉള്ളിൻ്റെ അച്ഛനെ കണ്ടിടും. എൻ മുഖം നോക്കി ചിരിച്ചുകൊണ്ടച്ഛൻ ചൊല്ലിടും, എൻ മണിക്കുട്ടാ നീ എൻ്റെ ജീവനാണെടാ. അന്തിക്ക് അച്ഛൻ വരുമ്പോൾ വടിയ വാലിഴക്കുമ്പിൽ മാമ്പഴം കൊണ്ടു തരുന്നത് ഓർത്തിടുന്നു ഞാൻ. അന്നത്തെ നല്ല ദിവസങ്ങൾ ഓർത്തിടുന്നു ഞാൻ. മിടുക്കന്മാരും മിടുക്കികളുമായ 5 പേരാണ് നമുക്ക് സി കേരളം സൂപ്പർ ബമ്പർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. അപ്പോൾ കറക്റ്റ് ആൻസർ പറയണം. വെളിയിലുള്ളവർ ആരും പറഞ്ഞു കൊടുക്കരുത്. അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടോ കള്ളൻ? അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്നവർ മുണ്ടാതിരിക്കുക. ഇവരിൽ ഒരാൾക്ക് നമുക്ക് ഇതിനകത്ത് എൻട്രി ഉണ്ട്. അവരായിരിക്കും ആദ്യമായിട്ട് സൂപ്പർ ബമ്പർ കളിക്കാൻ വേണ്ടി വരുന്നത്. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച ഒരു ചിത്രമായിരുന്നു 2020 എന്ന് പറയുന്ന പടം അല്ലേ? ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. 2020 എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ ആരാണ്? ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുകയാണ് ജോഷി. തീർച്ചയായിട്ടും ശരിയാണ്. വിനേഷ് ആണ് ഇന്ന് നമ്മുടെ ആദ്യത്തെ താരം. സ്വാഗതം ചെയ്യാം പ്രിയങ്കരനായ വിനേഷിനെ. അപ്പോ സി കേരളം സൂപ്പർ ബമ്പർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ നിങ്ങൾക്കായിട്ടൊന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം.
വിജയിയെ കാത്തിരിക്കുന്നത് 10,000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3,000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസ് ആയ 25,000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10,000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇവിടെ 2 പെട്ടികൾ ഇവിടെ ഉണ്ടാ 2 സൈഡിലായിട്ട് വിനേഷിന്റെ ഇടതും വലതുമായിട്ട് വെച്ചിട്ടുണ്ട്. അത് പണപ്പെട്ടി, ഇത് പണിപ്പെട്ടി. ഏത് പെട്ടിയാണ് വിനേഷിന് വേണ്ടത്? പണിപ്പെട്ടി. പണിപ്പെട്ടി മതി. അതാണ് പണിയെടുക്കുന്നവർക്ക് അത് തന്നെയാണ് ഇഷ്ടം. പണിപ്പെട്ടിയിൽ നിന്ന് വിനീഷിന് വേണ്ടി ഒരു പണി കാത്തിരിപ്പുണ്ട്. ആ പണിയിൽ വിനീഷ് ജയിച്ചു കഴിഞ്ഞാൽ, അതായത് ആ ഗെയിമിൽ വിജയിച്ചു കഴിഞ്ഞാൽ പണപ്പെട്ടിയിൽ നിന്ന് പണം ലഭിക്കും. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോകാം. അപ്പോൾ വിനീഷെ, ആദ്യമായി എല്ലാവരെയും പ്രാർത്ഥിച്ചിട്ട് ഭാര്യയെ മനസ്സിൽ വിചാരിച്ച് ഏതായാലും സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ ഗെയിം വിനീഷിന് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് ഏതെന്ന് നോക്കാം. ആദ്യത്തെ ഗെയിമിലേക്ക് പോകാം. അക്കരയ്ക്ക് ഇവിടെ അറ്റത്ത് കണ്ടോ, നിങ്ങൾ കണ്ടാൽ അറിയാം, അവിടെ ഓരോ കപ്പുകൾ അവിടെ കൊളുത്തിയിട്ടിട്ടുണ്ട്. 120 സെക്കൻഡാണ് ഫസ്റ്റ് ഗെയിമിനുള്ള സമയം എന്ന് നിങ്ങൾക്കറിയാം. 120 സെക്കൻഡുണ്ടെങ്കിൽ 3 കപ്പുകൾ ഊതി ഇവിടെ കൊണ്ട് എത്തിക്കണം. ഇവിടെ കൊണ്ട് മുട്ടിക്കണം. ഓരോ കപ്പ് വീതം ഇവിടെ മുട്ടിക്കുക. 1 2 3. ഇത് 4 എണ്ണം ഉണ്ട് എങ്കിൽ തന്നെയും 3 എണ്ണം മുട്ടിച്ചാൽ മതി. ഉറപ്പുള്ള 1000 രൂപയാണ് ഈ ഗെയിമിനുള്ള വിനീഷിനുള്ള സമ്മാനം. അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗെയിം സ്റ്റാർട്ട്. വിനീഷിന്റെ അത്യുജ്വലമായ ഊതലാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും വിനീഷിന് ഊതി പരിചയമുണ്ട്. ഊതിപ്പിച്ചിട്ടുണ്ട് ആരൊക്കെയോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഉറപ്പുള്ള 1000 രൂപയാണ് വിനീഷിനുള്ള സമ്മാനം. സന്തോഷമല്ലേ വിനീഷേ? സന്തോഷം. മോക്ക് സന്തോഷമാണോ? എന്റെ കിളി 1000 രൂപ കിട്ടി. സന്തോഷമാണോ? സന്തോഷം. ഒരു പഞ്ചില്ലല്ലോ സന്തോഷത്തിന്. സന്തോഷാണ്. ഒറ്റ മോളാണോ? ഒറ്റ മോള്. മോളുടെ പേരെന്താ? നിരഞ്ജന. അതിന് വിനീഷ് നമുക്ക് 1000 രൂപ കൊടുക്കാം. അതിന് മുമ്പ് ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. വിനീഷിനുള്ള 1000 രൂപ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. വിനീഷിന്റെ നാട്ടുകാരെ സാക്ഷി നിർത്തി, ഭാര്യയെ സാക്ഷി നിർത്തി ഈ പൈസ വിനീഷിന് കൊടുക്കുന്നില്ല. മോക്ക് കൊടുക്കുന്ന കുഴപ്പമുണ്ടോ? ഇല്ല. ഓടിവാ മക്കള്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാള സി കേരളം സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ വിജയി വിനീഷ്. വിനീഷിന്റെ മോക്ക് 1000 രൂപ സമ്മാനം. നല്ലൊരു കൈയടി. അടുത്ത ഗെയിമിലേക്ക് പോവാൻ വിനീഷ് റെഡിയല്ലേ? റെഡിയാണ്. 2000 രൂപയുടെ ഗെയിമാണ്. അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ് 2000 രൂപയുടെ ഗെയിം. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. അപ്പം സി കേരളം സൂപ്പർ ബമ്പറിലെ അടുത്ത ഗെയിമിലേക്കാണ് വിനീഷ് പോകുന്നത്. എടുത്തോളൂ. സി കേരളം സൂപ്പർ ബമ്പറിൽ 2000 രൂപയുടെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. ഈ ഗെയിമിന്റെ പേരാണ് വളകുത്തി. ഇവിടെ ഒരു സ്റ്റിക്ക് ഇരിപ്പുണ്ട്. വിനീഷ് കണ്ടല്ലോ, പ്രേക്ഷകർ കണ്ടല്ലോ, ഇവിടെ സ്റ്റിക്ക് ഇരിപ്പുണ്ട്. ഈ സ്റ്റിക്ക് കടിച്ചു പിടിക്കണം. കടിച്ചു പിടിച്ചിട്ട് ഓരോ വള എടുക്കണം. കടിച്ചു പിടിച്ചുകൊണ്ട് ഓരോ വളയെടുത്ത് ഇവിടെ ഓരോരോ പാത്രങ്ങൾ കണ്ടോ, ഇങ്ങനെ ഓരോ പാത്രത്തിന്റെ മുകളിൽ വെക്കുക. വള പോരുമ്പോൾ ഈ സ്റ്റിക്കിൽ നിന്ന് താഴെ പോകാൻ പാടില്ല. അങ്ങനെ 10 എണ്ണം നിറയ്ക്കണം. നിറയ്ക്കുകയാണെങ്കിൽ 2000 രൂപയുടെ ഗെയിമിൽ ഫിനിഷ് വിന്നറാവുകയാണ്. അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ് ഈ 2000 രൂപയുടെ ഗെയിം. മനസ്സിലായോ? മനസ്സിലായി. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഗെയിം സ്റ്റാർട്ട്. ആദ്യത്തെ വള. ഒരെണ്ണം വെച്ചു. 10 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. വിനീഷ് ശ്രദ്ധിച്ച്. കറക്റ്റ് പ്ലാനിലാണ് ചെയ്യുന്നത്. ഓരോ 10 സെക്കൻഡിലും ഓരോ വള വീതമാണ് ഇടുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. വിനീഷ്
സ്പീഡില് വളരെ ശ്രദ്ധിച്ച് സെക്കൻഡുകൾ 2-3 70 സെക്കൻഡായി. 30 സെക്കൻഡേ ബാക്കിയുള്ളൂ. ടൈം പോയിരിക്കുകയാണ്. സെക്കൻഡ് കൗണ്ട് ഡൗൺ തുടങ്ങാൻ പോവുകയാണ്. പെട്ടെന്ന് 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. 1, 2, 3, 4, 5, 6, 7, 8. അൺഫോർച്ചുനേറ്റ്ലി വിനേഷെ തോറ്റുപോയി അല്ലേ? ഗെയിം ഇന്ന് പുറത്താകേണ്ട ഒരു അവസ്ഥ വന്നു. ജയിക്കുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ? ഉറപ്പുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. സാരമില്ലല്ലോ, ഒരു വിഷമവുമില്ല. ഇതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമാണ്. അപ്പൊ എന്തായാലും ഈ ഗെയിമിൽ പോയി ഔട്ടായി. എന്നാലും നമ്മുടെ നാട്ടുകാരത്ര മോശക്കാരൊന്നും അല്ല അല്ലേ? സി കേരളം സൂപ്പർ ബമ്പറിൽ ഈ ഗെയിം കളിച്ച് വിജയിക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടുന്ന് ഒരാൾ റെഡിയാണെന്ന് പറഞ്ഞു. ആരാണ് നമുക്ക് നോക്കാം. എന്താണ് പേര്? ലജ്ന. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ട് പാടിയിട്ട് കാര്യമില്ല. അവിടെ ഗെയിം കളിച്ച് ജയിക്കണം. റീനോ ഓക്കെയാണോ? ശ്രമിച്ചാ അങ്ങ് വായിക്കോട്. ഗെയിം റെഡിയാണ്. ഞങ്ങൾ കളിക്കാൻ പോവുകയാണ്. റെഡിയല്ലേ? ലജ്ന, ഗെയിം സ്റ്റാർട്ട്. ശ്രദ്ധിച്ച് വെരി ഗുഡ്. പതിയെ സാവധാനം. കരുതി വെക്കണ്ട, വിൻ ചെയ്യണം. മൂന്നെണ്ണമായി. കറക്റ്റ് ടൈമാണ്. 30 സെക്കൻഡ്. 3 കുഴപ്പമില്ല. ഇവിടെ വയ്ക്കൂ. ഓക്കെ, 4. സമയം കളയണ്ട. രണ്ട്, 3, 4, 5, 6. 4 കൂടെ സമയം ബാക്കിയുണ്ട്. വിന്നിംഗ് പോയിന്റ് അടുത്ത് നിൽക്കുകയാണ്. നാടിന്റെ അഭിമാനം രക്ഷിക്കുവാനായിട്ട് രചന. ഒന്ന്, 2, 3, 4, 5, 6, 7, 8. 2 കൂടെ.
എന്തായാലും ഗംഭീരമായിട്ട് കളിച്ചു. നമ്മൾ പറഞ്ഞില്ലേ ഒരാള് തോറ്റുപോയാലും അടുത്തയാൾ നാടിന് വേണ്ടി കളിക്കാൻ വന്നു. ഏതായാലും നമ്മുടെ നാടിന്റെ അഭിമാനം രചനയ്ക്ക് നല്ലൊരു കയ്യടി. സീഗെ കേരളം സൂപ്പർ ബമ്പർ നൽകുന്ന നല്ലൊരു സമ്മാനം. താങ്ക് യു സഞ്ജ. നമുക്ക് സൂപ്പർ ബമ്പർ തുടരണം. ഇനി അടുത്ത കളിയിൽ ആരാണ് വിജയിക്കുന്നത് അറിയില്ല. 4 പേര് ബാക്കിയുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ നാടിന്റെ അഭിമാനമായ ആ 4 കണ്ടസ്റ്റന്റിനെ. ചോദ്യം ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചു കേൾക്കണം. നയൻതാര അഭിനയിച്ച ആദ്യ മലയാള ചിത്രം ഏതാണ്? അപ്പോ നയൻതാര അഭിനയിച്ച ആദ്യ മലയാള ചിത്രം ഏതാണ്? മനസ്സിനക്കര. നല്ല സിനിമയല്ലേ? ജയറാമേട്ടൻ നായകനായി അഭിനയിച്ച ഒരുപാട് നാള് തിയേറ്ററിൽ ഓടിയ ചിത്രം തന്നെയാണ് മനസ്സിനക്കര. ശ്രീലയാണ് സി കേരളം സൂപ്പർ ബമ്പറിൽ അടുത്തതായി മത്സരിക്കാനെത്തിയിരിക്കുന്നത്. സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. 1000 രൂപയുടെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഏതായാലും മോൾക്കുള്ള ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. നല്ലൊരു കയ്യടി എല്ലാവരും. ഏതായാലും മോൾക്കുള്ള ഗെയിം പറയാൻ പോവുകയാണ്. പറയട്ടെ. ഏതായാലും അതിനു മുന്നേ നമുക്കൊരു നല്ല പെർഫോമൻസ്, നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയുടെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം.
ശ്രീലയിലേക്കുള്ള ഗെയിമിന്റെ പേരാണ് ചീമ്പൂമ്പ. അപ്പോ നമ്മളിവിടെ 7 ബോളുകൾ വെച്ചിട്ടുണ്ട് കണ്ടോ. 120 സെക്കൻഡിനുള്ളിൽ 7 ബോളുകളും ഒരേ സമയത്ത് ആ ബാസ്ക്കറ്റിൽ കൊണ്ടിടുക. എങ്ങനെ ഇടുമെന്ന് എനിക്കറിയില്ല, അത് മോള് തന്നെ തീരുമാനിക്കണം. അപ്പൊ റെഡിയല്ലേ? അപ്പൊ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം ചീമ്പൂമ്പ. 120 സെക്കൻഡാണ് സമയം. കളയരുത്, ശ്രദ്ധിച്ച്. 20 സെക്കൻഡ് കഴിഞ്ഞു. പറ്റും. 5 പിടിക്ക്. യെസ്. ഓക്കെ ശ്രീലയ, ഞാൻ കൗണ്ട് ചെയ്യാൻ പോവുകയാണ്. കൗണ്ട് ഡൗൺ തുടങ്ങിയാണ്. 10, 9, 1, 2, 3, 4, 5, 6, 7. 1000 രൂപ സമ്മാനം ശ്രീലയ്ക്ക്. ഈ ഗെയിമിൽ 1000 രൂപയാണ് സമ്മാനമായി കിട്ടിയിരിക്കുന്നത്. ഏതായാലും സമ്മാനം 1000 രൂപ കൊടുക്കുന്നതിന് മുമ്പ് ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. ശ്രീലയ്ക്കുള്ള ആദ്യത്തെ ഉറപ്പുള്ള സമ്മാനം 1000 രൂപ കൊടുക്കാൻ പോവുകയാണ്. ശ്രീലയ 500. ശ്രീലയ 1, 2, 3, 4, 5. ആദ്യത്തെ ഗെയിമിൽ ഉറപ്പുള്ള സമ്മാനം 1000 രൂപ. എന്താണ് ശ്രീലയെ കുറിച്ചുള്ള അഭിപ്രായം? അടിപൊളി, വളരെ നന്നായിട്ടുണ്ടല്ലേ? ഈ സന്തോഷത്തിന് വേണ്ടി നമുക്കൊരു പാട്ടം പാടിയാലോ? വെച്ച് അലക്കങ്ങോട്ട്. റെഡി? 1, 2, 3. പവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിളിക്ക്, ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ, മുത്താണ് നീ നമുക്ക്, മുത്താണ് നീ നമുക്ക്. അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. 1000 രൂപ കിട്ടി, സന്തോഷമല്ലേ? നമുക്ക് ഗെയിം കളിക്കണ്ട. അമ്മയുടെ സൂക്ഷിക്കാൻ കൊണ്ടേ കൊടുത്തേരെ. അമ്മ അത് മേടിച്ചു വെച്ചോട്ടോ. അമ്മേ, മുത്താണ് നീ നമുക്ക്. അടിപൊളി. അടുത്ത ഗെയിം ഏതാണെന്ന് നോക്കാം. ഒരു ശ്രീലയ. ശ്രീലയെ കാത്തിരിക്കുന്ന അടുത്ത 8ന്റെ പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. 2000 രൂപയുടെ ഗെയിമാണ്. അടുത്ത ഗെയിമിന്റെ പേരാണ് 2-1. കുറേ ബോൾ നിരത്തി വെച്ചിട്ടുണ്ട്. യെല്ലോ ബോളും ഉണ്ട്, മജന്ത ബോളും ഉണ്ട്. അപ്പോൾ 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ നമ്മുടെ ഈ യെല്ലോ ബോളില്ലേ, യെല്ലോ ബോളിൽ ഊതി ഇവിടെ ഒരു കോല് വെച്ചിട്ടുണ്ട്, ഇതിനപ്പുറം ചാടിക്കുക. അതല്ല ഈ മജന്ത ബോളാണ് പോകുന്നതെങ്കിൽ അത് തിരിച്ചെടുത്ത് കൈകൊണ്ടെടുത്ത് റിട്ടേൺ വെച്ചിട്ട് യെല്ലോ ബോൾ മാത്രം ഊതി അപ്പുറത്തിടുക. എത്ര സെക്കൻഡാണ് സമയം? 100 സെക്കൻഡാണ് സമയം. റെഡിയല്ലേ? ഉറപ്പായിട്ടും 2000 രൂപയുടെ ഗെയിമിലാണ് ശ്രീലയ നിൽക്കുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. യെല്ലോ മാത്രമാണ് ഉള്ളത്. 100 സെക്കൻഡ് സമയമുണ്ട്. ആ 5 മണിക്ക് 1, 2, 30 സെക്കൻഡ് കഴിഞ്ഞു. 2 കൂടെ ബാക്കി. കൊടുത്തു, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. 2 ബാക്കി. 30 സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. 20 സെക്കൻഡ് ബാക്കി. 20 സെക്കൻഡ് ബാക്കി.
ബാക്കി. 10 സെക്കൻഡ് ബാക്കിയുള്ളൂ. 10, 9, 8, 7, 6. യെസ്. അപ്പോൾ ശ്രീലയ 2000 രൂപയുടെ ഗെയിമിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ് 2000 രൂപയുടെ ഗെയിം. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടുകാരുടെ എല്ലാ സപ്പോർട്ടുണ്ട് അല്ലേ? നാട്ടുകാരുടെ എല്ലാ സപ്പോർട്ടില്ലേ? ശ്രീലയ 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണ്. പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. $3000 രൂപയുടെ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രീലയ എടുത്തോളൂ. ശ്രീലയ്ക്കുള്ള 3000 രൂപയുടെ ഗെയിമാണ്. ഇതിൽ ജയിക്കുകയാണെങ്കിൽ ഉറപ്പുള്ള 3000 രൂപയാണ് ശ്രീലയ്ക്ക് സമ്മാനമായി കിട്ടാൻ പോകുന്നത്. ഈ ഗെയിമിന്റെ പേരാണ് അവനവൻ കടമ്പ. ശ്രീലയ, ഇവിടെ 2 കപ്പുകൾ ഇരിപ്പുണ്ട്, കണ്ടല്ലോ? ഒരു വൈൻ കപ്പും മറ്റൊരു കപ്പും. ആദ്യം ഈ കപ്പ് എടുക്കുക, ഇവിടെ നേരെ വെക്കുക. അതിന്റെ മുകളിൽ ഒരു സ്മൈലി ബോൾ വെക്കുക. സ്മൈലി ബോളിന്റെ മുകളിൽ ഈ വൈൻ ഗ്ലാസ് കമത്തി വെക്കുക. അതിന്റെ മുകളിൽ
ഒരു ബോള് വെക്കുക. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇത് അടിയിൽ പിടിച്ചു, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ എടുത്ത് നമ്മൾ നേരെ ഇതിൻ്റെ അടിയിലൂടെ വന്നിട്ട് ഇങ്ങനെ വെക്കണം. എൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയമാകാൻ തുടങ്ങി. ഏതായാലും ഇതുപോലെ 3 പ്ലേറ്റുകളാണ് ഇതേപോലെ കൊണ്ട് വെക്കേണ്ടത്. സമയം എത്രയാണെന്നറിയാമോ? 80 സെക്കൻഡ്. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ശ്രീലയ, ഓക്കെ, റെഡിയല്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. 80 സെക്കൻഡാണ് സമയം. യെസ്, ഇനി പോരാ, നേരെ വെക്കൂ ശ്രീലയ. ശ്രദ്ധയില്ലല്ലോ, പെട്ടെന്ന് ശ്രദ്ധിച്ചു വെക്കുക. 80 സെക്കൻഡ് സമയമുള്ളൂ. 20 സെക്കൻഡ് കഴിഞ്ഞു. തീർച്ചയായിട്ടും കയ്യടി കുറവാണ്. ശ്രദ്ധിക്ക് ശ്രീലയ. പതുക്കെ ഇറക്കി കൂട്ടണ്ട. ശ്രദ്ധ പറ്റും. ശ്രീലയ ശ്രദ്ധിക്കൂ, കൈവരയ്ക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് 60 സെക്കൻഡ് കഴിഞ്ഞു. 10 സെക്കൻഡ് ബാക്കി. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. എന്താ പറ്റി ശ്രീലേ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അല്ലേ? ഇത്ര നമ്മൾ നേടിയില്ലേ അല്ലേ? ഒരുപാട് സന്തോഷം. നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കി കുട്ടിയാവുക. ഓക്കെ, താങ്ക് യു. ശ്രീലേ നല്ല ഗംഭീരമായിട്ട് കളിച്ചു, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഔട്ടാകേണ്ടി വന്നു. പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മുടെ സമയം ഏകദേശം തീരാറായി. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കണമെന്ന്. നമുക്ക് ഏവർക്കും ജ്വലിച്ചു നിൽക്കാം. സി കേരളത്തിന്റെ സമ്മാനങ്ങളും സൂപ്പർ ബമ്പറുമായി ഒരുപക്ഷെ നിങ്ങളുടെ നാടും നഗരവും കീഴടക്കാൻ ഞങ്ങളുണ്ടാവും നാളെ. അതുവരേക്കും സി കേരളം സൂപ്പർ ബമ്പറിൽ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം സുരേഷ് പാലക്കാരൻ.